വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാക്കി പ്രവാചകൻ ക്രിസ്തുവിന് 430 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലായിരുന്നു പ്രവർത്തിച്ചത്. അതായത് പഴയ നിയമ പുസ്തകങ്ങളുടെ അവസാനവും പുതിയ നിയമ പുസ്തകങ്ങളുടെ തുടക്കവും തമ്മിൽ 400-ലധികം വർഷങ്ങളുടെ ഒരു നീണ്ട ഇടവേളയുണ്ട്. ഈ കാലത്ത് യൂതന്മാർ ഗ്രീക്കുകാരുടെയും പിന്നീട് റോമൻ ഭരണത്തിലുമായിരുന്നു. അതിനാൽ പുതിയ നിയമത്തിലെ പശ്ചാത്തലം മനസ്സിലാക്കാൻ ഈ ഇടവേള പ്രധാനമാണ്. പുതിയ നിയമത്തിലെ മുഖ്യ സന്ദേശം ദൈവത്തിന്റെ രക്ഷാപദ്ധതി യേശുവിലൂടെ മനുഷ്യർക്ക് ലഭിക്കുന്നു എന്നതാണ്. പുതിയ നിയമത്തിലെ സംഭവങ്ങൾ യേശുവിന്റെ ജനനം, ശുശ്രൂഷ, ക്രൂശിക്കൽ, ഉയിർപ്പ്, സഭയുടെ വ്യാപനം, കത്തുകൾ, വെളിപാട് എന്ന ക്രമത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങൾ, അപ്പസ്തോലരുടെ പ്രവൃത്തികൾ, പൗലോസിന്റെ 13 ലേഖനങ്ങൾ, 8 പൊതുലേഖനങ്ങൾ, വെളിപ്പാട് എന്നിങ്ങനെ 27 പുസ്തകങ്ങളിലായി വിവരിക്കുന്നു. യേശുവിന്റെ ജനനവും ബാല്യവും 5 ഭാഗങ്ങളിലായി കാണാം. മറിയത്തിന് ദൂതന്റെ സന്ദേശം, യോഹന്നാൻ സ്നാപകന്റെ ജനനം, യേശുവിന്റെ ജനനം, ജ്ഞാനികൾ സന്ദർശിച്ചത്, ഹെറോദേസ് കുഞ്ഞുങ്ങളെ കൊന്നത്, യേശുവിന്റെ ബാല്യകാലം. ശുശ്രൂഷയുടെ ആരംഭം 3 ഭാഗങ്ങളായി തിരിക്കാം. യേശുവിന്റെ സ്നാപക യോഹന്നാനിൽ നിന്നുള്ള ജോർദാൻ നദിയിലെ സ്നാനം, മരുഭൂമിയിൽ പരീക്ഷണം, ആദ്യ ശിഷ്യരെ വിളിച്ചത്. ശുശ്രൂഷയും അത്ഭുതങ്ങളും 5 ഭാഗങ്ങളായി തിരിക്കാം. കാനായിലെ വിവാഹം, മലമുകളിലെ പ്രസംഗം, 5000 പേർക്ക് അപ്പം കൊടുത്തത്, രോഗശാന്തി, ഭൂതനിരാകരണം, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കൽ, ഉപമകൾ. അവസാന ദിവസങ്ങൾ വീണ്ടും 5 ഭാഗങ്ങളായി തിരിക്കാം. ഈശോ മിശിഹായുടെ ജെറുസലേമിലേക്കുള്ള വിജയപ്രവേശനം, അവസാന അത്താഴം, ഗെത്സെമനിയിലെ പ്രാർത്ഥന, പിടിക്കപ്പെടൽ, വിചാരണ, ക്രൂശിക്കൽ, ഉയർപ്പ്. സഭയുടെ ആരംഭം 5 ആയി തിരിക്കാം. യേശുവിന്റെ സ്വർഗാരോഹണം, പെന്തക്കോസ്ത് അതായത് പരിശുദ്ധാത്മാവിന്റെ വരവ്, പത്രോസിന്റെ പ്രസംഗം, സഭയുടെ വളർച്ച, ശാവൂലിന്റെ അതായത് പൗലോസിന്റെ പരിവർത്തനം, പൗലോസിന്റെ മിഷൻ യാത്രകൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.